ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള എരുന്ത് കറി ഒന്ന് തയ്യാറാക്കിയെടുത്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് എരുന്തെടുത്തൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേവിച്ചിട്ട് ഇതിൻ്റെ കാമ്പെടുത്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ചട്ടിയിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പടവലം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് വെള്ളരി ഉപയോഗിച്ച് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം പടവലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ടുള്ള തേങ്ങയുടെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. തേങ്ങയിലോട്ട് നല്ല ജീരകം, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി എന്നിവ ചേർത്തിട്ട് ഇതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. പടവലത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏകദേശം പാകമായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എരുന്തിൻ്റെ കാമ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. എരുന്തിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ തിക്കായിട്ടാണ് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കുന്നത്. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും താളിച്ച വറവ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എരുന്ത് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.